ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ ഇവിടെ സുഖമായി പോകണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊന്നല്ല, നിങ്ങൾക്കായിട്ട് ഞാനൊരു അടിപൊളി ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ അറിയാതിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ഥലം ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്കൊക്കെ ഒന്ന് വന്നിരുന്ന് പോകാമല്ലോ. നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ ഞാൻ അവിടെ വന്നപ്പോൾ കൂടുതലും കണ്ടത് ലവേഴ്സിനാണ് കേട്ടോ. കുറേ കോളേജ് കട്ട് ചെയ്തിട്ടും ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ മനസ്സമാധാനം ആഗ്രഹിച്ചിട്ട് ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി വന്നിരിക്കണവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അതുപോലെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ മക്കളില്ലാത്ത കാരണം തന്നെ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്നും അവർ കൂടെ ഉണ്ടായിട്ട് പിന്നെ ഒരു ദിവസം കൂടെ അവരില്ലാണ്ടാകുമ്പോൾ നമുക്കൊന്നിനൊരു മൈൻഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അവരായിട്ട് വന്നിട്ട് എന്തായാലും ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുള്ളത്, ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം, നോക്കി നോക്ക്. ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പൊറിഞ്ചുമറിയ മൂവി കണ്ടവർക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. നമ്മുടെ മറിയുടെ വീടാണ് കേട്ടോ. ഇത് അപ്പൻ തൂങ്ങി മരിക്കണ മറ്റേ മാവൊക്കെയാണ്, അതൊക്കെ അതുപോലെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ മതിലിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മളെ പൊറിഞ്ച് ചോദിക്കുക, എടി മറിയ എന്താ പറയുക, ഡി മറിയേ എനിക്കൊരു ഉമ്മ താടിയെന്നു ചോദിക്കേണ്ട ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ആ ഒരു ഡയലോഗൊക്കെ ഈ മതിലിൻ്റെ നടന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മൂവിയായിരുന്നു. കാരണം ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ട് ഞാനിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞൊരു മൂവിയാണ് ഞാനിത്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ജോജു സാറിൻ്റെ ഭയങ്കരമായിട്ടൊരു ഫാനായി മാറും. പിന്നെ അതിന് ശേഷം ആളെ മൂവിയെല്ലാം ഞാൻ കാണും കേട്ടോ. എനിക്ക് അങ്ങനെ മൂവി കാണുന്ന പ്രാന്തൊന്നും എനിക്കില്ല. പക്ഷെ എന്നാൽ ഈ ജോജു സാറിൻ്റെ മൂവിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണും. അതിന് ശേഷം എനിക്ക് ആളെ അഭിനയം ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഒരു ഷോപ്പും തുറന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു 2:30 ഒക്കെ ആയിട്ടുള്ളൂ. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ വേറെ ആവശ്യത്തിന് വന്നതാണ്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്താ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നമ്മൾ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് കോട്ടപ്പുറത്തേക്കുള്ള ബസ് കയറുക. അവിടെ നമ്മൾ ടോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി തരും. അവിടെ നിന്ന് നമുക്ക് നേരെ ഓട്ടോ കിട്ടും. ഓട്ടോയിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിലോട്ടോ കറക്റ്റ് ഒരു 40 രൂപയുടെ ഓട്ടോ നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിവിടെ വന്ന് ഇറങ്ങിയിട്ട് നമുക്കിവിടെ റിലാക്സ് ആയിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടും അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. പിന്നെ നമ്മുടെ മക്കളില്ലാത്തൊരു ചെറിയൊരു കാരണം അവരെ പ്രായമുള്ള മക്കൾ കാണുമ്പോൾ എൻ്റെ മോനുണ്ടെങ്കിൽ അവനക്കിങ്ങനെ നടക്കായിരുന്നല്ലോ. അതുപോലെ എല്ലാം ഇവിടെ കറക്റ്റ് പ്രായമുള്ള അതേപോലത്തെ ഒരു പെൺകുട്ടീനെ കണ്ടു. അപ്പോഴും ഞാൻ വിചാരിച്ച് അവളില്ലാണ്ട് ഒരു ജാതി. കാരണം അവളുണ്ടെങ്കിൽ അവളെയും ചീത്ത പറഞ്ഞിട്ട് എന്താ പറയുക അതും ഇതൊക്കെ പറഞ്ഞ് കാരണമായിട്ടൊക്കെ ഞാൻ വിചാരിച്ചു അവരില്ലെങ്കിൽ എനിക്ക് അടിച്ചു പൊളിച്ച് പോയി വരാമെന്നൊക്കെ. പക്ഷെ അവരില്ലാണ്ട് എന്തോ പോലെ കേട്ടോ. കാരണം എന്നും കൂടെ ഉണ്ടായിട്ട് പിന്നെ ഇല്ലാണ്ടാകുമ്പോൾ ഒരു ജാതി തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അവരായിട്ട് വന്നിട്ട് ഞാൻ എന്തായാലും ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. കാരണം ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഇവിടെ ഒക്കെ നടന്നു. എന്നിട്ട് പിന്നെ ഈ ഒരു മരത്തണലിൽ നല്ല തണൽ കണ്ടപ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് പേര് കിടന്നിരുന്നതാണ്. അവരൊക്കെ എനിക്ക് പോയപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടിരുന്നു. എന്താ പറയുക, തണലിലൊത്ത് വന്നിരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ആ വീട്ടിലത്തെ ഭാഗ്യത്തെക്കുറിച്ച് തന്നെ ഇരുന്ന് പറഞ്ഞതാണ് കേട്ടോ. ആ ഒരു ഷൂട്ട് ചെയ്യുന്ന വീടുണ്ടല്ലോ, ആ ഒരു വീടിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര നല്ലൊരു ഭയങ്കര സമാധാനം എന്നൊക്കെ പറയുമല്ലോ. നമുക്കിങ്ങനെ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നല്ലൊരു സീനാവും നമുക്ക് രാവിലെ തന്നെ കാണാം ഇല്ലേ. അപ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ ഐസ്ക്രീം ഷോപ്പൊക്കെ പിന്നെ കേട്ടോ തുറക്കണത്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനാണ് ഓരോ ഷോപ്പുകൾ ഇങ്ങനെ തുറന്ന് വരുന്നത്. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന്. ഇൻഷാ അല്ലാഹ് എന്തായാലും വന്നിട്ട് എന്തായാലും ഫുൾ വീഡിയോ ഞാൻ എന്തായാലും എടുക്കണതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചായ ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷെ ഇവിടെ ചായ ഇല്ല കേട്ടോ, ചായ കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു അവിൽ മിൽക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു അവിൽ മിൽക്ക് പറഞ്ഞു. ഇവിടെ ഒരു അവിൽ മിൽക്കിന് 50 രൂപയാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ അവിൽ മിൽക്കും മേടിച്ച് അങ്ങനെ നമുക്ക് ഇനി അത് കുടിക്കാം. നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് മനസ്സിന് എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാം കേട്ടോ. അതിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ഞാൻ ചിരിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു ചരിത്രത്തിനോട് പലരും പലതും പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ പറയണവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതെൻ്റെ ജീവിതമാണ്, അത് എങ്ങനെ ജീവിക്കണം, എങ്ങനെയെല്ലാം സന്തോഷം കണ്ടെത്തണം എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു അവിൽ മിൽക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അവിടുത്തെ അവിൽ മിൽക്കിനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അവിൽ മിൽക്ക് ആണെങ്കിൽ തോന്നുന്നില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇത്രയുള്ളൂ. ഇഷ്ടമായിരുന്നു എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.